കൊല്ലം കുളത്തൂപ്പുഴ ഓയിൽ ഫാം എസ്റ്റേറ്റിൽ തീപിടുത്തമുണ്ട്. പുക ശ്വസിച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട 3 തൊഴിലാളികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഗ്നിരക്ഷാ സേന എത്തി തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. കൊല്ലത്ത് നിന്ന് അരുൺരാജ് വിവരങ്ങൾ നൽകും. അരുൺ, നിലവിലെ അവസ്ഥ എന്താണ്? തീ നിയന്ത്രണ വിധേയമായോ? തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുന്നു എന്നാണല്ലോ അവസാനം വന്ന റിപ്പോർട്ട്. തീർച്ചയായും ശ്രീനിത, അല്പസമയം മുമ്പാണ് നമുക്ക് അവിടെ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട വിവരം ലഭിക്കുന്നത്. അതുവരെയും ഈ തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല. കൊല്ലം കുളത്തൂപ്പുഴ ഓയിൽ ഫാം എസ്റ്റേറ്റിലാണ് തീപിടുത്തം ഉണ്ടായത്. ഈ കണ്ടച്ചിറ എസ്റ്റേറ്റിന്റെ സമീപത്തുള്ള ഈ ഏക്കർ കണക്കിന്, അത് 5 ഏക്കറിനധികം വരുന്ന ഭാഗമുണ്ട്, അവിടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭാഗത്ത് നിലവിൽ ഈ പുതുതായി ഈ എണ്ണപ്പന അടക്കം വെച്ചുപിടിപ്പിച്ചിരുന്നു. ഇത് പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ള വിവരം കൂടി ഇപ്പോൾ പുറത്തേക്ക് ലഭിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന 3 തൊഴിലാളികൾക്ക് ദേഹാസ്വാസ്ഥ്യമടക്കം അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇപ്പോൾ അവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. പുല്ലൂരിൽ നിന്നും അതുപോലെ തന്നെ കുളത്തൂപ്പുഴയിൽ നിന്നും അടക്കം ഫയർഫോഴ്സ് യൂണിറ്റ് എത്തി ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. ഈ വേനൽക്കാലത്ത് ഈ ഇടക്കാട് അടക്കം തീപിടിച്ചതാണ് ഇത്തരത്തിൽ വ്യാപകമായ തോതിൽ തീപടരാൻ കാരണമായത് എന്നുള്ളതാണ് നിലവിൽ ഫയർഫോഴ്സ് അടക്കം വ്യക്തമാക്കുന്നത്. എന്തായാലും ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും കുളത്തൂപ്പുഴയിൽ നടക്കുകയാണ്. അരുൺ, വലിയ രീതിയിൽ തീപിടിച്ചിട്ടുണ്ട്, വലിയൊരു ഏരിയ തന്നെ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പുക ശ്വസിച്ച് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്നൊക്കെ അറിയാൻ കഴിയുന്നു. അവരുടെയൊക്കെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? ഇത് പൂർണ്ണമായും 5 ഏക്കർ വരുന്ന ഭാഗത്താണ് ഇപ്പോൾ തീ പടർന്നിരിക്കുന്നത്. ഈ തീ പടരാനുള്ള കാരണമായി നിലവിൽ ഈ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ അവിടുത്തെ തൊഴിലാളികളും പറയുന്നത് ഇടക്കാടുകൾ ഈ സ്വാഭാവികമായും വേനൽക്കാലത്തടക്കം വെട്ടിവിടേണ്ടതായിരുന്നു. ഇത് വെട്ടിവിട്ടിട്ടില്ല, അവിടെയാണ് തീ പിടിച്ചത്. അങ്ങനെ ഈ വ്യാപകമായ തോതിൽ പെട്ടെന്ന് തീ പടർന്ന് പന്തലിക്കുകയായിരുന്നു. ഇവിടെ ഈ സമയത്ത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന തൊഴിൽ ചെയ്തുകൊണ്ടിരുന്ന 3 തൊഴിലാളികൾ, ഇവർക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. ഇതേ തുടർന്നാണ് ഇവരെ സമീപത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്തായാലും ഈ സമീപത്തെ തീ പടരുന്നത് തടയാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ഫയർഫോഴ്സ് എടുത്തിട്ടുണ്ട്. ഈ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ പടരാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. അതേസമയം ഈ തീ ഉള്ളിലേക്ക് പടർന്നിട്ടുണ്ടോ എന്ന ഭാഗങ്ങളിലടക്കം പരിശോധന തുടരുകയാണ്. 5 ഏക്കറിൽ പുതുതായി നട്ട എണ്ണപ്പന പൂർണ്ണമായും കത്തി നശിച്ചു എന്നുള്ളതാണ് തൊഴിലാളികളിൽ നിന്ന് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ തീ വലിയ ആൾതാമസമുള്ള മേഖലയല്ല, അതുകൊണ്ട് വലിയ രീതിയിൽ ഭയപ്പെടേണ്ടതില്ല. പക്ഷേ ഈ തീയുടെ പുകയടക്കം ഉയർന്ന മറ്റുള്ളവർക്ക് ഈ ശ്വാസതടസ്സം അടക്കം അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ എത്രയും വേഗത്തിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അതെ അരുൺ, എന്തായാലും സമീപ പ്രദേശത്തെ വീടുകളില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഈ പുക ഉയർന്നത് മറ്റിടങ്ങളിലേക്കൊക്കെ എത്താനുള്ളൊരു സാധ്യതയുണ്ടല്ലോ. ആ തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു നിർദ്ദേശം വരുന്നുണ്ടോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന്? നിലവിൽ അത്തരം നിർദ്ദേശങ്ങളില്ല. കാരണം ഫയർഫോഴ്സ് ഇക്കാര്യത്തിൽ പറയുന്നത് ഈ തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ്, കൂടുതൽ ഇടങ്ങളിലേക്ക് ആളിപ്പെടാനുള്ള സാധ്യതയില്ല. അതായത് ഈ ജനവാസ മേഖലയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്ത്, അത് എസ്റ്റേറ്റിന്റെ ഭാഗത്തേക്ക് തീ നിലവിൽ പടർന്നിട്ടില്ല. അതേസമയം ഈ ഉള്ളിലുള്ള പുക, അത് ആ തീ കൂടുതൽ ആളിപ്പടർന്ന പുക ഉണ്ടാകാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ ഫയർഫോഴ്സ് തുടരുന്നത്. അത് ഈ സമീപത്തെ ഭാഗങ്ങളിൽ നിന്നെല്ലാം തന്നെ പൂർണ്ണമായും പുല്ല് നീക്കം ചെയ്തുകൊണ്ടും അതുപോലെ തന്നെ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകളെ ഈ സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ട് പുക പൂർണ്ണമായും ശമിപ്പിക്കാനുള്ള ഒരു ശ്രമവും പോലീസിന്റെ ഭാഗത്തുനിന്ന് തുടരുന്നുണ്ട്. അത് വേനൽ ഈ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായി ഈ പ്രദേശങ്ങളിൽ ഉണ്ടാകുന്നതാണ്. എന്തായാലും ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ ഒരു ഇടപെടൽ ഈ ഭാഗത്ത് നടക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ തൊഴിലാളികളും ഇപ്പോൾ ഈ സമീപത്തെ സ്ഥലത്തേക്കടക്കം എത്തിച്ചേർന്നുകൊണ്ട് ഈ ഫയർഫോഴ്സിന്റെ ഉദ്യമത്തിന് അത് പൂർണ്ണമായ ഒരു സഹായം നൽകുന്നുണ്ട്. എന്തായാലും നിലവിൽ 3 പേരുടെ ആരോഗ്യനില, അത് 3 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവർക്ക് ശ്വാസതടസ്സമാണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. മറ്റ് പ്രശ്നങ്ങളില്ല. ഈ സമീപത്തേക്ക് ഈ പുക പടരുന്നത് ആശങ്കയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇപ്പോൾ ഈ സ്ഥലത്ത് നിന്ന് മാറിപ്പോകാനോ ആൾക്കാരുടെ ജാഗ്രത പാലിക്കാനുള്ള നിർദ്ദേശം ആരോഗ്യവകുപ്പ് നൽകിയിട്ടില്ല. അരുൺരാജ്, നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ ഈ കാട്ടുതീയൊക്കെ പടരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു നിർദ്ദേശം എന്ന് പറയുമ്പോൾ ഇടക്കാടുകൾ വെട്ടി വേർതിരിക്കുക എന്നുള്ളതാണ്. ഓൾറെഡി തീ പിടിച്ച സ്ഥലത്ത്, തീ പടർന്ന സ്ഥലത്ത് അത് അണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുമ്പോൾ തന്നെ ഈ പ്രദേശങ്ങളെ തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്റെ ഒരു പ്രതികരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലേക്കൊന്ന് പോകാമെന്ന് തോന്നുന്നു. താഴെ ഭാഗത്തു നിന്ന് കണ്ട ആരോ അബദ്ധത്തിൽ തീ കയറിയതാണ്. അപ്പോൾ തീ ഇഞ്ച് പെട്ടെന്ന് വന്ന് നമ്മൾ ഫയർഫോഴ്സ് വരുമ്പോഴത്തേക്ക് അങ്ങേ അറ്റത്തായിരുന്നു തീ. അപ്പം നമുക്കത് അങ്ങോട്ട് കടന്നു ചെല്ലാനുള്ള ആക്സസ് ഇല്ലായിരുന്നു. അപ്പോൾ ഇത് വളരെ വ്യാപ്തിയിലാണ് കത്തുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോൾ കാലാവസ്ഥ തികച്ചും പ്രതികൂലമാണ്. അതാണ് നമ്മൾ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. നമ്മളിത് അണയ്ക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. വളരെ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണുള്ളത്.
കാലാവസ്ഥ തികച്ചും പ്രതികൂലമാണെന്ന് അദ്ദേഹം പറയുന്നത് നമുക്കറിയാം. കേരളത്തിൽ ഇപ്പോൾ കടുത്ത ചൂടാണ്. അപ്പോൾ ഈ കാറ്റുമുണ്ട്, ഇടക്കാടുകളൊക്കെ തന്നെ വല്ലാതെ കരിഞ്ഞുണങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ തീ പടരാനുള്ള ആ ഒരു സാധ്യത അത് വളരെയേറെ കൂടുതലാണ്. അങ്ങനെ തീ പടർന്നതാണ് കാരണം. അപ്പോൾ ഇതൊരു മുന്നറിയിപ്പ് കൂടിയാണ്. ഈ വനാതിർത്തിയിൽ അല്ലെങ്കിൽ ഇതുപോലെ പുല്ലൊക്കെ വളർന്നു നിൽക്കുന്ന ഉണങ്ങിയ കരിഞ്ഞ പുല്ലുള്ള ഇടത്തൊക്കെ തീ ഇടുമ്പോഴൊക്കെ വളരെയധികം കരുതലോടെ ശ്രദ്ധയോടെ ഇരിക്കണം. ഈ ദൃശ്യങ്ങൾ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. തീ പൂർണ്ണമായും അണയ്ക്കാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അത് തീ അണയ്ക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുകയാണ്. 5 ഏക്കർ സ്ഥലത്താണ് ഈ എണ്ണപ്പനയുള്ളത്. എണ്ണപ്പനത്തോട്ടത്തിൽ മറ്റാരും താമസമില്ലാത്തത് കൊണ്ട് തന്നെ ആളപായമൊന്നും ഉണ്ടായില്ല. തൊഴിലാളികളും ആ സമയത്ത് അവിടെ ഉണ്ടായില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഈ പുക ശ്വസിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, ആ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് തൊഴിലാളികൾ ആശുപത്രിയിലാണ്. കൂടുതൽ പേർക്ക് പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കട്ടെ, വളരെ പെട്ടെന്ന് തന്നെ ഈ തീ അണയ്ക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അരുൺ രാജ്, അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. താഴെ എവിടെയോ തീയിട്ടതാണ്, അതാണ് ഇത്ര വലിയൊരു തീപിടുത്തത്തിലേക്ക് പോയിട്ടുള്ളത് അല്ലേ? എത്രയും സംശയം നിലവിൽ ഫയർഫോഴ്സിനുണ്ട്. കാരണം ഈ വലിയ തോതിൽ അത് ജനവാസ മേഖലയൊന്നുമല്ല, തൊഴിലാളികൾ മാത്രമാണ് ഈ ഭാഗത്ത് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ തീ മറ്റ് സാഹചര്യത്തിൽ അവിടേക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ ഉണങ്ങിയ പുല്ല് അത് പെട്ടെന്ന് തീ പിടിക്കാനുണ്ടായ സാഹചര്യം അത് ഫയർഫോഴ്സ് പറയുന്നത് ആരെങ്കിലും അബദ്ധത്തിൽ തീയിട്ടതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തീപ്പൊരി അവിടേക്ക് എത്തിയതോ ആകാം. എന്തു തന്നെയായാലും ഇപ്പോൾ നിലവിൽ ഫയർഫോഴ്സിന് മുമ്പിലുള്ള ആദ്യ ലക്ഷ്യം ആ തീ പൂർണ്ണമായും അണയ്ക്കുക എന്നുള്ളതാണ്. എന്തായാലും ഈ സമീപത്ത് നിന്ന് ഈ 5 ഏക്കർ ഭാഗത്തുനിന്ന് സമീപമുള്ള എണ്ണപ്പനയിലേക്ക് തീ പടരാതിരിക്കാൻ എല്ലാ ശ്രമങ്ങളും ഇപ്പോൾ ഫയർഫോഴ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കാടുകൾ അത് തമ്മിൽ വേർതിരിക്കാനുള്ള ശ്രമം, അതിനിടയ്ക്ക് ഇടക്കാടുകളടക്കം വെട്ടിക്കൊണ്ട് അത് പൂർണ്ണമായും വേർതിരിക്കാനുള്ള ശ്രമം ഇപ്പോൾ ഫയർഫോഴ്സ് നടത്തിയിട്ടുണ്ട്. അതിൽ തൊഴിലാളികളോട് സഹകരണമുണ്ട്. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപിക്കില്ല എന്നുള്ളതാണ് ഫയർഫോഴ്സ് പറയുന്നത്. പക്ഷേ ഇത് ഓയിലിനെ ഈ ഓയിൽ ഫാമിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രശ്നം ഈ എണ്ണപ്പനകൾക്ക് തീപിടിക്കുമ്പോൾ ഉണ്ടാകുന്ന സാമ്പത്തികമായ നഷ്ടം അത് വളരെ വലുതായിരിക്കും. 5 ഏക്കറിൽ വരുന്ന ഈ എണ്ണപ്പനകൾ പൂർണ്ണമായും അത് കത്തി നശിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായി ഫയർഫോഴ്സിന് ലഭിച്ചിരിക്കുന്ന വിവരം. അത് തൊഴിലാളികൾ നൽകിയ വിവരമാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു നഷ്ടം അത് വളരെ വലുതായിരിക്കും. എന്തായാലും ഈ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും ആ പ്രദേശത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ശരി, അരുൺ രാജാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. 5 ഏക്കർ സ്ഥലത്തെ ഓയിൽ പാമ്പിനാണ് തീ പിടിച്ചിരിക്കുന്നത്. എന്തായാലും ഫയർഫോഴ്സിന്റെ ഭാഗത്തുനിന്ന് തീ അണയ്ക്കാനുള്ള ശ്രമകരമായ ദൗത്യം അതിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റ്സ് വരുമ്പോൾ ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങി വരാം.